നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നത് ഒക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ പറയുന്നു. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യം. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ഉത്തരം തീർച്ചയായും നൽകും. എന്താണ് നാം വിശ്വസിക്കേണ്ടത്? കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രൻ ആകുന്നു. പാപത്തിലായിരുന്ന മനുഷ്യകുലത്തെ അവൻ പിതാവായ ദൈവവുമായി നിരപ്പിച്ചു. ദൈവമക്കളായ നാം നമുക്ക് ലഭിച്ചിരിക്കുന്ന അധികാരത്തോടെ ഈ ഭൂമിയിലും ദൈവരാജ്യം സൃഷ്ടിച്ച് ജീവിക്കേണ്ടതാകുന്നു എന്നതാണ് നമ്മുടെ വിശ്വാസം. ഉറപ്പായും ഉത്തരം നൽകുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇവിടെ കർത്താവായ യേശു ക്രിസ്തു സംസാരിക്കുന്നത്. അവൻ്റെ പ്രാർത്ഥന എന്നത് മറ്റൊന്നുമായിരുന്നില്ല, കേവലം സംസാരം മാത്രമായിരുന്നു. ദൈവവുമായി ഉറ്റ ബന്ധമുള്ള ഒരു വ്യക്തിക്ക് അവൻ സംസാരിക്കുന്നത് അപ്രകാരം തന്നെ സംഭവിക്കും എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പലപ്പോഴും മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അത്തിവൃക്ഷത്തെ നോക്കി അവൻ ശപിക്കുകയാണ്, നിന്നിൽ നിന്നും ഇനി ഫലം ഉണ്ടാവുകയില്ല. പിറ്റേ ദിവസം ആ അത്തി പൂർണ്ണമായും ഉണങ്ങിപ്പോവുകയാണ്. അത് പ്രാർത്ഥനയായിരുന്നില്ല, സംസാരമായിരുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. പിതാവായ ദൈവമേ, ലാസറെ ഉയിർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നില്ല, ലാസറെ പുറത്തു വരിക എന്ന് പറയുകയായിരുന്നു കർത്താവായ യേശു ക്രിസ്തു ചെയ്തത്. വാക്കു പറഞ്ഞവൻ ആര് എന്നുള്ള ബോധ്യം, ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു നിവർത്തിച്ച വിജയത്തിലുള്ള പരിജ്ഞാനം, പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തിയെപ്പറ്റിയുള്ള ഉറപ്പ്, ഇവയോടുകൂടി നാം നമ്മുടെ ആവശ്യങ്ങളിൽ സംസാരിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ആയിത്തീരും എന്നുള്ള ഉറപ്പായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. വിശ്വാസത്തോടെ നാം പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ സംഭവിക്കുകയാണ്. ഈ പാറ്റേൺ അപ്പോസ്തലനായ പൗലോസും യോഹന്നാനും അതേപോലെ തന്നെ പ്രവൃത്തിപഥത്തിൽ വരുത്തുന്നത് നമുക്ക് പിന്നീട് കാണുവാൻ കഴിയും. ദേവാലയ വാതുക്കൽ ഇരുന്ന് ഭിക്ഷ ചെണ്ടുന്ന ആ മുടന്തനോട് ദൈവമേ ഇവനെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുകയാണ് അവർ ചെയ്തത്. വിശ്വാസത്തോടു കൂടിയുള്ള ആ പറച്ചിൽ അവനെ എഴുന്നേൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ അല്ല, അവൻ്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ ഇവനെ എഴുന്നേൽപ്പിച്ചു എന്ന് പത്രോസും യോഹന്നാനും പ്രസ്താവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയരെ, പ്രാർത്ഥിക്കുമ്പോൾ പറയുമ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. അത് അങ്ങനെ തന്നെ ഭവിക്കുകയും ചെയ്യും.